ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 98 റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് 1-2 കമന്റ്സ് വായിക്കാം. ബിഗ് ബോസിന്റെ എപ്പിസോഡിനൊക്കെ ഞാൻ മിസ് ചെയ്യുന്ന ശരത് തന്നെയായിരിക്കും. ബൈ ദ വേ ശരത്, ഐ റിയലി എൻജോയ്ഡ് എ ലോട്ട് യുവർ വീഡിയോസ്. മിസ്സിംഗ് യു ഓൾസോ. ബെസ്റ്റ് വിഷസ് ഫോർ യു ഓൾസോ. കീപ് ഗോയിങ്. ബിഗ് ബോസ് ഇരുന്നതിലല്ല ശരത്തിന്റെ റിയാക്ഷൻ കാണാൻ പറ്റില്ലല്ലോ എന്നാണ് വിഷമം. നിന്നെ ഇനി കാണാൻ പറ്റില്ലല്ലോ മോനു. എടാ, ഞാൻ മരിച്ചു പോകാൻ പോവാണ്. എല്ലാരും എന്തിങ്ങനെ പറഞ്ഞേ? എടാ, ഞാൻ ആരും കൂടെ പോകണ്ട. ബിഗ് ബോസ് തീരുള്ളൂ. ഞാനിവിടെ ഉണ്ടാവും. പുതിയ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസുമായിട്ട് ഞാൻ വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോഴും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 പേരുടെ ബർത്ത്ഡേ ഉണ്ട്. ഒരാൾ അനന്യ, ഒരാൾ തീർത്ത, ഒരാൾ അയൻ. അപ്പൊ ഇവർക്ക് 3 പേർക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയേഴ്സ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. സംസാരിച്ചധികം സമയം കളയുന്നില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് നമുക്ക് കിട്ടുന്ന കൈയടിയാണ്. സോ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. ഇയാളുടെ വിഗ് മാറിയ യമുന ചേച്ചിയുടെ ക്യൂട്ട്നെസ്. എന്തൊരു മോഹം അതിലൊരു മുരാച്ചെറു പദ അത് പറമറ നഗലത്തെ മുളയുടെ കടന്നൽകി മുളവാടി അപ്പൊ ഇന്നാണ് ബിഗ് ബോസ് സീസൺ 6ന്റെ അവസാന എപ്പിസോഡ്. നാളെ ഗ്രാൻഡ് ഫിനാലെ ആണ്. അപ്പൊ അതല്ലേ അവസാന എപ്പിസോഡ്. എന്തായാലും ഇന്നാണ് ലാലേട്ടന് ഇല്ലാത്ത അവസാന എപ്പിസോഡ്. ഇപ്പോഴോ ജാസ്മിനും ഗബ്രിയും ആംഗ്യഭാഷയിൽ ആശയവിനിമയം നടത്തുന്നു. ആംഗ്യഭാഷ എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് അടിക്കുന്നതാണോ അതോ വോയിസ് ക്ലിപ്പ് കേട്ടു എന്നാണോ പറയണേ? എന്താണോ? എന്നാലും എന്തായിരിക്കും ഉദ്ദേശിച്ചത് ഇങ്ങനെ വെച്ചിട്ട്? നോറ വരുന്നുണ്ട്. ഇതാര്? നമ്മുടെ നോറാത്തയാ? ഗ്ലാമർ വെച്ചൂല. അല്ല ബിഗ് ബോസേ, അലമാരിയും പിന്നെ മറ്റേ പെട്ടിയൊക്കെ കഴിഞ്ഞ നോറ ലുക്കായില്ല. ഹെയർ എക്സ്റ്റൻഷൻ എടുത്തോളൂ വേറെ ആളായി. എന്താലേ, പോയപ്പോ ഒരു മനുഷ്യനോട് യാത്ര പറയാതിരുന്ന നോറയാണ്. ഇപ്പൊ വന്നിട്ട് എല്ലാരും കെട്ടിപ്പിടിച്ച് സ്നേഹം. എന്താ നോക്ക്. നോറയ്ക്ക് മൊത്തത്തിൽ പുറത്ത് പോസിറ്റീവാണ്. അതിന്റെ ഒരു ഹാപ്പിനെസ് ആണ് നോറയുടെ മുഖത്ത്. കാരണം കഴിഞ്ഞ ആഴ്ച നോറയായിരുന്നല്ലോ ഹൈലൈറ്റഡ് സാധനം. മോൺസ്റ്റർ നോറ. ഞാൻ പറയുന്ന കാര്യം സൗണ്ട് കുറയ്ക്കാനാണ് ഞാൻ മിണ്ടാൻ. ഇപ്പൊ ദേഷ്യം വരുമ്പോഴാണല്ലോ സൗണ്ടിന് പിച്ച് കൂടണേ. സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ മിണ്ടാതിരുന്നേനെ. അഭിഷേക് ഇത് നേരത്തെ പറയണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞേനെ. ഞാൻ ദേഷ്യം വരുമ്പം എന്റെ സൗണ്ട് ഹൈ പിച്ച് ആവുന്നുള്ളത്. അത് ദേഷ്യം വരുമ്പോ മാത്രല്ല നോറേ, അല്ലേലും ഹൈ പിച്ച് തന്നെയാ. കേൾക്കുമ്പോ എനിക്ക് എന്തോ കൈനോട് പൂജ, ഞങ്ങൾക്ക് ഇത് കേട്ട് ശീലമായി. ഇപ്പൊ കേട്ടില്ലെങ്കിലാ പ്രശ്നം. സംസാരിച്ചില്ലേ? അപ്പൊ യമുന ചേച്ചി വന്നിട്ട് പറയാണ്, അഭിഷേക് കേട്ടില്ല, നീ അവനെ മൈൻഡ് ചെയ്യാത്തതിൽ വിഷമിച്ച് അവിടെ പോയി നിക്ക പവർ റൂമിൽ. ഒന്ന് പോയി ആശ്വസിപ്പിക്കും. ശ്രദ്ധിച്ചില്ല, ഫീൽ ചെയ്തിരിക്കുക. അല്ല, ഈ അഭിഷേകും നോറയായിട്ട് എന്താ പ്രശ്നം പറഞ്ഞു തീർക്കാൻ പറയാൻ? എല്ലാം കഴിഞ്ഞു. നമ്മൾ നോറ, എനിക്കൊരു പ്രശ്നമില്ല. ഭയങ്കര സെൻസിറ്റീവ് അല്ലേ? സെൻസിറ്റീവ് ആണോ? എന്നാ സെൻസോടെ യൂസ് ചെയ്യാൻ പറ. നോറത് ജാൻമോണിനെ വഴക്ക് മാറി കെട്ടിപ്പിടിച്ച് ഇവരൊന്നായ. അഭിഷേകിനെ മൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ യമുന ചേച്ചി വിളിച്ചോണ്ട് വന്നിട്ട് അഭിഷേകിനെ മൈൻഡ് ചെയ്തില്ലല്ല. നോറയ്ക്ക് പേടിയാ. ജാൻമോണിയായിട്ട് സെറ്റ് ആയില്ലെങ്കിലില്ല, ജാൻമോണി ശപിച്ച് ഭസ്മാക്കി കളയുന്നുള്ള പേടിയായിരിക്കും. പക്ഷെ പുറത്തുള്ളത് ഇവിടെ സംസാരിക്കരുത്. പുറത്തുള്ളത് സംസാരിക്കരുത്. വീഡിയോ ഏത് വീഡിയോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണമല്ലോ. അത് ശരി, ഇവൻ എന്നിട്ട് അതില് പോയിരിക്കുന്നു. ഫണ്ണായിരുന്നില്ലേ അത്? അടിപൊളിയായിരുന്നു. എനിക്കറിയാമുള്ളത്, ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ മത്സരാർത്ഥികൾ ബിഗ് ബോസ് കാണൂല. പക്ഷെ ബിഗ് ബോസിൽ തിരിച്ചു കയറിയിട്ട് അവർക്ക് ഫുള്ള് സപ്പോർട്ടും കൊടുക്കും. എന്താലേ. അടുത്ത എൻട്രിയുടെ പാട്ട് വന്നു. നമ്മുടെ പെങ്ങളുട്ടിയും ആങ്ങളമാരും. ആരിത് കണ്ണടയൊക്കെ വെച്ച് ഗ്ലാമറിലാണല്ലോ വരണേ.
ഹഗ്ഗോട് ഹഗ്. അയ്യോ കെട്ടിപ്പിടിച്ച് മതിയാവണില്ല ആർക്കും. അപ്പൊ അർജുൻ സിജോനെ കെട്ടിപ്പിടിക്കാൻ വരാം. അപ്പൊ സിജോ നിക്ക് നിക്ക് നിക്ക്, നീ ലാസ്റ്റ്, ഞാൻ ബാക്കി എല്ലാവരും കെട്ടിപ്പിടിക്കട്ടെ. അർജുൻ എനിക്ക് കെട്ടിപ്പിടിക്കാണ്ട് പറ്റണില്ലടാ, ഒന്ന് വാടാ. കാണുന്നതിന്റെ നിഷാന അവിടെ ഉള്ളപ്പോ ഫുള്ള് ചീത്ത വിളിച്ചിട്ടുണ്ട് നമ്മുടെ സായി. അവിടെ നിക്കടാ, എന്തിനാണാവോ അങ്ങനെ നിർത്തിയാണ് മുല്ലപ്പൂ വാടിയിരിക്കുന്നേ. സായിക്കണ മുല്ലപ്പൂ എന്ത് പറ്റി, ഒരു ഉഷാറില്ലല്ലോ. നിനക്കൊന്നും അറിയില്ലാലേ. പെണ്ണു സുന്ദരിട്ടാ, കൊച്ചു മെടുക്കി. പെണ്ണ് സുന്ദരിയെന്ന്. ഓ സിജോന്റെ. നീ ആരാണ്, എന്താണെന്നുള്ളൊരു സംശയമുണ്ട്. കാട്ടുത്തി അർജുനോട് പറയാ, നീ ആരാണ് എന്റെ എന്ന് പുറത്തുള്ള ആൾക്കാർക്ക് അറിയണമെന്ന്. ആരാടാ നീ എന്റെ? ഇപ്പൊ പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സിജ പറഞ്ഞല്ല. നിന്റെ ചേട്ടൻ പ്രേം. ചേട്ടാ ആഹാ മുടുക്കനായി. ഞാൻ അടിച്ചു കയറി വരുന്ന ദിവസം അടിച്ച് കേറി വാ. റിയാസ് സായിഖാൻ നമ്മുടെ ജാസ്മിനോട് പറയാണ്, നീ അടിച്ച് കേറി വാ. ജാസ്മിനെ ഒന്ന് മോട്ടിവേറ്റ് ആക്കാണ് സായി. ഫീലായ ജാസ്മിൻ സായിനെ കെട്ടിപ്പിടിച്ച് കരച്ചില്. വേറൊന്നുമല്ല, സായി എന്ന് വന്ന് പറഞ്ഞൊക്കെ സത്യമായിരുന്നല്ലോ. അപ്പൊ സായിനാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് തെറ്റിദ്ധാരണയുടെ പേരിൽ ജാസ്മിൻ കുറെ നോമിനേറ്റും ചെയ്തു. അതിന്റെ വിഷമമായിരിക്കും പാവത്തിന്. പക്ഷെ ഈ സായി തന്നെയാണ് ജാസ്മിനെ ഇനീഷ്യലി ബിഗ് ബോസ് റോസ്റ്റ് ചെയ്ത് എയറി കയറ്റിയതും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്ത് പറ്റി ജാസ്മിനെ ഇങ്ങനെ അറിയണേ? ഗബ്രി വരുന്നുണ്ട് ട്ടാ. കണ്ടതിന്റെ കണ്ണീര് ഗ്യാസ് ലൈറ്റ്. ഗബ്രി പറയണ്, എടി ഗ്യാസ് ലൈറ്റിങ് കരയടി നീ. ജാസ്മിന് നല്ല പേടിയുണ്ട്, പാവം കൊച്ച്. ജാസ്മിനെ ഇതൊക്കെ എന്തൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങോട്ട് എടുത്താൽ മതി. ഈ സോഷ്യൽ മീഡിയയിൽ രണ്ടാൾ കിടന്ന് ചീത്ത വിളിക്കുന്നല്ലേ ഉള്ളൂ. വീട്ടിൽ വന്നാരൊന്നും ചീത്ത വിളിക്കില്ല. പിന്നെ എന്തിനാ ഇതൊക്കെ ബോധനയാണ്. അതിന്റെ ഇടയ്ക്ക് ഗബ്രിയുടെ പാട്ട് നൈസ്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന രശ്മിന്റെ മുഖം നോക്ക്. എടാ പന്നി, കരയുന്നവരെ പിന്നെ കരയിപ്പിക്കണോ ഗബ്രി? മതിയടാ. എന്ത് മതി? മതിയടാ. രശ്മി മതിയടാ. ഗബ്രി എന്ത് മതി? മതിയടാ. എന്ത് മതിന്ന്? മതിയടാ. എന്ത് മതി? എന്ത് മതി? എന്ത് മതി? നീ എന്താ മതി എന്ന് പറ. അപ്പൊ ഞാൻ മതിയാവും നിർത്താ. എന്ത് മതി എന്ന് പറഞ്ഞ? ഗബ്രി രശ്മിനെ നിങ്ങൾ തമ്മിലൊരു തീരുമാനം ഉണ്ടാക്ക്. മതിയുടെ ആണോ മതിയാണോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ജാസ്മിൻ കരയുന്നു, ഗബ്രി പാടുന്നു, ജിൻഡോ ക്യാമറ നോക്കി നടക്കുന്നു. കരഞ്ഞെന്ന് വെച്ചൊരു പ്രശ്നമില്ല. കരഞ്ഞെന്ന് വെച്ചൊരു പ്രശ്നമില്ല. പിന്നെന്താ പ്രശ്നം? ജയിക്കണം എന്നുള്ളതാണ്. പുറത്തിറങ്ങിയിട്ടാണ് ബാക്കി കാര്യം. രശ്മിൻ കലിപ്പായി കേട്ടോ. എന്റെ പൊന്ന് രശ്മിനെ, ഇനിയിപ്പോ നിങ്ങൾ തല കുത്തി കിടന്ന് മറിഞ്ഞാലും ആൾക്കാർ ആർക്കാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചേ അവർക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ. സത്യത്തിൽ ഇവരാണ് ഗെയിം കളിക്കുന്നത്, ഇവിടുത്തെ കണ്ടസ്റ്റൻസ് ആണ് ഗെയിം കളിക്കുന്നത്. പിന്നെ നീ ജാസ്മിനോട് ചെയ്തത്, നീ ഒരു ട്രൂ ഫ്രണ്ട് ആണെങ്കിൽ പുറത്തുള്ള കാര്യം അതേപോലെ പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് പുറത്ത് വൻ സപ്പോർട്ടാണ്, എല്ലാം പോസിറ്റീവ് ആണെന്നുള്ളൊരു തോട്ട് ജാസ്മിന് കൊടുത്തിട്ട് ആ കൊച്ചിന് കപ്പും കിട്ടാണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. തകർന്നു. സോ ഇവിടെ ഗബ്രി ചെയ്തതാ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു ന്യൂട്രൽ സാധനം കിട്ടിയിട്ടുണ്ട്. പുറത്ത് നല്ല ഹെയ്റ്റ് ആണെന്നും ജാസ്മിന് മനസ്സിലായിട്ടുണ്ട്. സോ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കും. പുറത്തിറങ്ങി കഴിയുമ്പോ അത്ര ഇല്ല എന്നുള്ളൊരു തോട്ടായിരിക്കാം. കലിപ്പിട്ട് രശ്മിൻ എങ്ങോട്ടാ പോയെന്ന് നിങ്ങൾക്ക് അറിയോ? നമുക്ക് നോക്കാം. രശ്മിൻ പീപ്പിൾസ് റൂമിൽ കയറുന്നു, അപ്സരയുടെ കൈ പിടിക്കുന്നു, കാമുകയെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന കാമുകന്റെ പോലെ പിടിച്ചു വലിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അപ്സരയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെടില്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സത്യത്തിലുണ്ടല്ലോ ഈ ബിഗ് ബോസിന്റെ ഫൈനൽ വീക്കില് ഈ ഇവന്മാരൊന്നും റീ എൻട്രി എടുക്കരുത്. ഞാൻ ഉള്ളത് പറയാ, ഫാമിലിനെ കൊണ്ടുവരരുത്, ഇവരെയും കൊണ്ടുവരരുത്. രണ്ട് ശല്യങ്ങളാ. ആ ഷട്ടർ ഇട്ട് മരുമടിച്ച് പൊളിക്കുന്ന സൗണ്ട് അല്ലേ കേക്കണേ? ഗബ്രിയുടെ അടയും ചക്കരയായിരുന്നു രശ്മിൻ ഗബ്രീനെ വിളിച്ചേട്ടാ ഡാഷ് മോനെന്ന്. അവൻ എന്താ ചെയ്തോണ്ടിരിക്കണേ? ആണാ? നീ എന്താ കാണിക്കണേ? പിന്നെ ഷട്ടർ അതിന്റെ ഇടയ്ക്ക് ജാൻമോണി ബ്ലൗസ് ലൂസായി, ഞാൻ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് വരാം. 15 പ്രേതത്തിന്റെ കൂടെ താമസിച്ച ജാൻമണി ഇവിടെ 2 പ്രേതങ്ങളെ കണ്ടപ്പോഴേക്കും ഫ്ലാറ്റായി.
സ്വാഭാവികം, കാരണം അത് ജീവനില്ലാത്ത പ്രേതങ്ങള്, ഇത് ജീവനുള്ള പ്രേതങ്ങൾ. നിൽക്കുന്നെന്ന് വിചാരിക്കാം. വിചാരിച്ചു എന്ന് ഞാൻ പറയാണെന്ന് വിചാരിക്കാം. അത് ഞാൻ വിചാരിച്ചു. അപ്പൊ എനിക്ക് പുറത്ത് ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിക്കാം. എന്നിട്ട് അതും ഞാൻ വിചാരിച്ചു. നീ ഇപ്പൊ ഈ പോണ വഴിയില്ലേ, അത് നിന്റെ പതനത്തിലേക്കാണ് നീ പോണത്. അല്ലെങ്കിൽ ഭയങ്കര ഉയർത്തിയ ഈ ട്രാക്കിൽ നീ പോയി കഴിഞ്ഞാൽ നിന്നേക്കാളും കൂടുതൽ അത് ബാധിക്കുക എന്നെയാണെന്ന്. സ്വാഭാവികം, അല്ല പിന്നെ നിന്നെ അത് ബാധിക്കേയില്ല. അപ്സരയുടെ നേച്ചർ വേറെ, വേറൊരാളുടെ നേച്ചർ വേറെ. പുറത്തില്ലാത്ത സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര സപ്പോർട്ടാ. ഇത് നോറ വന്നാണോ നിനക്ക് പറ്റിയാണത്? ഗബ്രി ചോദിക്കുന്നത്, ഈ നോറ വന്നതാണോ നീ ഇപ്പൊ വിഷമിച്ചിരിക്കണേ? ജാസ്മിൻ, എടാ നീ എന്നെ മനസ്സിലാക്കി എന്നാണ് പറയണേ. ഇപ്പൊ അവള് പറഞ്ഞിട്ടില്ല, ഇപ്പൊ അവള് പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയാം? ഗബ്രി രശ്മിൻ അടിയായി. എന്റെ മോനെ എന്ത് സീനാണ് അവള്, എന്ത് ഷോയാണ് അവള്. നിന്നോട് എന്ത് പറയണം, എനിക്ക് അവളോട് എന്ത് പറയണം അറിയത്തില്ല. ഓ ജാസ്മിനെ, അപ്പൊ ഇപ്പൊ ഗബ്രിയുടെ സ്ഥാനം ജസ്മിന്റെ ലെവൽ എത്തിയില്ലേ? കുറച്ചാൾ മുമ്പ് ഗബ്രി ആയിരുന്നു ടോപ്പില്. എന്റെ മാനസികാവസ്ഥ ആർക്കും മനസ്സിലാവുന്നില്ല. എനിക്ക് അറിയില്ലടാ ഗബ്രി, നീ പറ. അയാളുടെ സ്വഭാവം അതാണെന്ന് അറിയാം, അയാൾ അതേ പറയണം. അപ്സര, അയാളുടെ സ്വഭാവം അയാളെന്ന് ആരും വിളിച്ച ഗബ്രീനിയാ? എന്താ പ്രശ്നം? ഈ സമയത്ത് അതെ എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കും, ഇവരെന്തിനാ ഇതൊക്കെ ഇത്ര സീനാക്കണം? ഈ സീനാക്കുമ്പോഴല്ലേ ജാസ്മിന് പുറത്ത് കൂടുതൽ നെഗറ്റീവ് ആവാ. ഇരിക്കുന്നവരും നിന്റെ നാശം കാണാൻ വേണ്ടി ഇരിക്കുന്നവരൊക്കെ സന്തോഷിക്കും. അപ്പൊ ജാസ്മിനെ മോട്ടിവേറ്റ് ചെയ്യാണ് ഗബ്രി. രശ്മിനെ അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ അവളുടെ കൂടെ നിന്നാൽ തന്നെ അവളുടെ കിട്ടാനുള്ള 5 വോട്ട് പോകും. അതുകൊണ്ട് നീ അവളുടെ അടുത്ത് നിന്ന് മാറി നടന്നാൽ തന്നെ ജാസ്മിന് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടും. എനിക്കത് കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ പറ്റുന്നില്ല. പറ്റണില്ലെങ്കിൽ ഇറങ്ങിപ്പോ. ബിഗ് ബോസിനോട് പറഞ്ഞ് ഇറക്കി വിടൂലോ. ഇപ്പൊ നിങ്ങൾ മത്സരാർത്ഥി ഒന്നുമല്ലല്ലോ, വെറുതെ കയറി വന്നതാണതല്ലേ. അപ്പൊ അടുത്ത റീ എൻട്രി ആണ്, അവസാനത്തെ റീ എൻട്രി ആണ് നമ്മുടെ ശ്രീതു. ശ്രീധാരുടെ ബാക്കിൽ നിന്ന് ഒന്ന് പേടിപ്പിക്കണേ. എന്തോ ഇവിടെ ഭയങ്കര പ്രകാശം, എന്താ അർജുന നീ കാണിക്കണേ? അമ്മയ്ക്ക് സുഖമാണോന്നോ? അതിലൊരു ആക്കലുണ്ടല്ലോ. അയ്യേ മൈൻഡ് ചെയ്തില്ല, ചമ്മി. എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ ചെറിയൊരു ഹഗ് കൊടുത്തിട്ട് അർജുനൻ നൈസായിട്ട് ശ്രീതു ഒഴിവാക്കി. ഇത് അർജുന് സഹതാപം ഉണ്ടാക്കും, വോട്ട് കിട്ടും. ശ്രീതുവിന് വീണ്ടും സ്വാഗതം ഈ ബിഗ് ബോസ് വീട്ടിലേക്ക്. ശ്രീതു അർജുനെ വിളിക്കാണ്ട് ശരണ്യനെ വിളിച്ചകത്തേക്ക് പോയോ? ഇത് വിളിക്കും. നമുക്ക് ലാലേട്ടന്റെ ആ കയ്യിൽ ഈ കയ്യിൽ വേണ്ടി നിൽക്കണം കേട്ടോ. ഓ ലാലേട്ടന്റെ ആ കയ്യില് ജാസ്മിൻ, ഈ കയ്യില് അർജുൻ. ആഗ്രഹം കൊള്ളാം. നർമ്മസമ്പന്നമായ നിമിഷങ്ങൾ. അത് കഴിഞ്ഞ് ഇതുവരെ ബിഗ് ബോസിൽ ഉണ്ടായ ചിരി സീനായിരുന്നു. ഉള്ളത് പറയാറ് നല്ല എഡിറ്റ് ആയിരുന്നു, ചിരിക്കാണ്ടായിരുന്നു കുറെ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് കുറെ ചെയ്തത് കൊണ്ടും ഇതിൽ നമുക്ക് അതിനെ കറക്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത്. ലൈക്ക് നമുക്കത് കട്ട് ചെയ്താൽ അതിന്റെ ഒരു രസം പോകും, എഡിറ്റഡ് വീഡിയോ ആണല്ലോ. അപ്പോ നിങ്ങളത് പോയിട്ട് കണ്ടു നോക്കൂ. എനിക്കത് കണ്ടിട്ട് ചിരി വന്നിരുന്നു കുറെ സ്ഥലമൊക്കെ. അത് കഴിഞ്ഞ് കാണിച്ചത് സൗഹൃദവും സ്നേഹവും നിറഞ്ഞ ബിഗ് ബോസ് വീട്ടിലെ കാഴ്ചകളാണ്. അതും വളരെ നല്ലൊരു വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞ് അടക്കളയിൽ വന്ന് നിൽക്കുന്ന അർജുനും ജാസ്മിനും വീഡിയോനെ പറ്റി ഇങ്ങനെ പറയാ, എന്ത് സൂപ്പർ വീഡിയോ ആയിരുന്നു, എന്തൊരു പാട്ടായിരുന്നു, എന്ത് എഡിറ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ വീഴുമ്പോ ശ്രീതു ഇങ്ങനെ പൊന്തു. എനിക്ക് നല്ല വിഷമം വരുന്നു. എന്താ മകള് ഇത്ര വിഷമം? ഇതിനൊക്കെ അറിയണേ. പക്ഷെ നമ്മുടെ വീടല്ലേ, വീടാ വീട് ഒരു പൊളിച്ചു കളയോ? ആണാ? എന്നത് പൊളിക്കാണ്ട് അവിടെ സൂക്ഷിച്ചു വെക്കാ. നമ്മുടെ വീട് വിറ്റു. പറയണം, പക്ഷെ നിവൃത്തിയില്ല. ഫേക്ക് ആയോണ്ടാണ് അർജുനെ പറയാൻ പറ്റാത്തെ. അല്ലെങ്കിൽ ഇവിടെ പറയണേന് എന്താ, എല്ലാരും റിയൽ ആണ്, ജെന്യൂൻ ആണെങ്കിൽ നമുക്ക് ഉള്ളിൽ തോന്നുന്നൊക്കെ പറഞ്ഞൂടെ? പുറത്ത് നെഗറ്റീവ് ആവുമെന്ന് ആലോചിക്കും ആരെങ്കിലും. എനിക്ക് നമുക്ക് വീടൊക്കെ ഉണ്ടല്ലോ. സോ ഹിഡൻ ക്യാരക്ടർ പുറത്തു വരുന്ന പേടിച്ചിട്ടായിരിക്കും അല്ലേ? ഋഷി എന്തിനാണ് ഇപ്പൊ ഇവിടെ ഇരുന്ന് കരയണേ പാവം ചക്കൻ? ശ്രീതു വന്ന് ഋഷിനോട് പറഞ്ഞു, നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടോന്ന്, അതിന്റെ പേരിൽ വന്നിരുന്ന് കരയാ. ഇതിനൊക്കെ ആരെങ്കിലും കരയോടെ? ജാതി എനിക്ക് കപ്പും വേണ്ട, ഒരു കോപ്പും വേണ്ട. ഷൻസിബ നീ എന്റെ കൂടെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഷൻസിബ സിജോണ് പറഞ്ഞ, സിജോ പറഞ്ഞു, ശ്രീതും പറഞ്ഞു എന്നെ വിഷമിപ്പിക്കാനായിട്ട്. ഈ ബിഗ് ബോസ് എന്തിന് ഇവരെയൊക്കെ ഇങ്ങോട്ട് കയറ്റി വിട്ടണം, നിന്നെ മാത്രം വിട്ടാൽ മതി. സിജോ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് അവൻ മെഴുകാണ്. അപ്പൊ അൻസി പറയണ, സിജോ കിടന്ന് മെഴുകും, അവൻ ഔട്ടായതിന്റെ വിഷമമുണ്ട്, നീ ഇവിടെ സേവ് ആയതിന്റെ വിഷമമുണ്ട്, അവൻ മെഴുകും. ഇവിടെ ഏറ്റവും മനുഷ്യപ്പെട്ട ഒരു മനുഷ്യൻ നീയാണടാ. എന്റെ പൊന്നു മോനെ ഋഷി, നീ ഈ കരച്ചിന് മണ്ടേ കരഞ്ഞിരുന്നെങ്കിൽ നിനക്ക് 5 വോട്ട് കൂടുതൽ കിട്ടിയ. നിർത്തണ ഋഷി, അവനെന്തെങ്കിലും പറയട്ടെ, നീ നിന്നെ വിഷമിക്കണേ.
ഋഷി പറയുന്നു എനിക്ക് കപ്പ് കിട്ടിയില്ലെങ്കിലും അൻസിബ നിന്റെ കമ്പനി മതി, നീ എന്നെ ഒഴിവാക്കരുത്. പാവടാ. നീയും അഭിഷേകമാണ്. ചെക്കനൊക്കെ അറിയിച്ച കാട്ടുതീയും അതേപോലെ നമ്മുടെ ശ്രീതു വേറൊന്നുമില്ല, അവർക്ക് എത്താൻ പറ്റാത്തൊരു പൊസിഷനിൽ ടോപ്പ് 5 ഋഷി എത്തി. അതിന്റെ അസൂയ. നിന്ന ആൾക്കാരായാലും അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കാട്ടുതീ നമ്മുടെ അർജുനോട് പറയാം, പുറത്തുള്ളവർ പലതും പറയും, വന്നവരും പറയും, നിന്നവരും പറയും, എല്ലാവരും പറയും. നമ്മളൊന്നും മൈൻഡ് എടുക്കരുത് ശരണ്യ. അതെ ശരിയാ. ഈ മിനിഞ്ഞാന്ന് തൊട്ട് ഇവനോട് പറയുവാണ് നീ ഏത് ഈ ശരണ്യാണ് പുറത്തുനിന്ന് വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത്. ഈ അകത്തുള്ള ആൾക്കാരെ പുറത്തുള്ള ആൾക്കാരെ നീക്കാൻ വേണ്ടിയിട്ടും അകത്തുള്ള ആൾക്കാരെ പുറത്തുള്ള ആൾക്കാരെ ആഘോഷിക്കാനും അകത്തുള്ള ആൾക്കാരെ പുറത്തുള്ള ആൾക്കാർക്ക് വളച്ചൊടിക്കാനും പുറത്തുള്ള ആൾക്കാർക്ക് വളച്ചൊടിക്കാനും അകത്തുള്ള ആൾക്കാര് പുറത്തുള്ള ആൾക്കാര് പിന്നെ അകത്തുള്ള ആൾക്കാര് പിന്നെ പുറത്തുള്ള ആൾക്കാരാ. കൺഫ്യൂഷൻ ആയല്ലോ. പല കാര്യങ്ങളിലൂടെ പലരും ശ്രീധരൻ കൺഫ്യൂഷൻ ആയില്ല, എനിക്ക് കൺഫ്യൂഷൻ ആയി. സെയിം ആ കഥയിൽ അപ്പൊ നമ്മുടെ ചിരി മാഞ്ഞു പോകുമ്പോഴത്തേക്കും ആ കഥ ചിലപ്പോൾ സത്യമായി പോകും. കഥ സത്യാവൂലേ? നിനക്ക് എല്ലാം അറിയാലോ കാട്ടുതീ. എന്നിട്ട് എന്താ ഔട്ടായേ? നാളെ കഴിഞ്ഞാൽ ഞാൻ പുറത്താ. പിന്നെ എന്ത് നേരിട്ടാലും ഒരുമിച്ച് നേരിടാം. ജാസ്മിനും ഗബ്രിയും നമുക്ക് എല്ലാം ഒരുമിച്ച് നേരിടാം. ഇവിടെ നമുക്കൊരു ഗബ്രി ഞാനൊരു വട്ടം നേരിട്ടതാ, എനിക്കിനി നേരിടണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ല. പറഞ്ഞ ഒരു ഹോൾഡ് ഇല്ല. അതാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ വെച്ചിരിക്കുന്ന സാധനം അങ്ങനെയാണ്. അല്ല അകത്ത് മാത്രമല്ല പുറത്തും അങ്ങനെ വെച്ചിട്ടുണ്ടാവും. Only stayed strong. ഗബ്രി പറയണ് ഞാൻ സ്ട്രോങ് ആണ്, പക്ഷെ ഞാൻ ഉള്ളിൽ കരയാ. എന്റെ മുഖം ഇങ്ങനെ ചിരിച്ചിരിക്കേണ്ടതാണെങ്കിലും ഉള്ളിൽ ഞാൻ ഇതാണ് എന്റെ അവസ്ഥ. വീട്ടുകാർ പോലും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് കംപ്ലീറ്റ്ലി ഫൈൻ ആണ്. എന്റെ വീട്ടുകാർ വരെ വിചാരിച്ചത് ഞാൻ ഹാപ്പിയാണ്, ഞാൻ ചില്ലാണ്, ഞാൻ പൊളി വൈബാണെന്നാണ്. പക്ഷെ ശരിക്കും ഞാൻ ബ്രോക്കണ. പീപ്പിൾ അപ്രീഷിയേറ്റ് മീ. ഭയങ്കര നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. എല്ലാവരും എന്നോട് ഒന്നുകൊണ്ട് പറയും നീ സൂപ്പറാ ചേട്ടാ, നീ അത് മാനേജ് ചെയ്ത് അടിപൊളിയാ. ശരിക്കും മാത്രമല്ല സത്യം അറിയുള്ളൂ. ഇതിലൂടെ പോണെന്നുള്ളത് എനിക്ക് എന്നെക്കാൾ നന്നായിട്ട് ആർക്കും അറിയില്ല. ഞാൻ ഓക്കെ അല്ലാന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ ജാസ്മിൻ. അപ്പൊ എനിക്ക് നിനക്കറിയാം ഞാൻ നിന്നെ ഞാനായിട്ടല്ലേ കുട്ടിയാണേ. അപ്പൊ ഞാൻ നിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതാ ഞാൻ നിന്നെ പറയാൻ. പറഞ്ഞ മനസ്സിലാക്കുന്ന ഒരാൾ പോലും ഇല്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിപ്പോ ആരാണെങ്കിലും ആരുടെ കാര്യങ്ങളും വേറെ ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അകത്തുണ്ടായിരുന്ന ട്രോമയാണ്. അകത്തുനിന്നുള്ള ട്രോമ മൊത്തം. ചില സമയത്ത് അങ്ങനെ ആലോചിക്കും നീ ഉണ്ടായിരുന്നെങ്കിൽ. എന്റെ സംശയം എന്ന് വെച്ചാലേ ഇനി ഇവര് കേട്ടോ ഇത് നമ്മുടെ ശാന്തസായും ജാഫർക്കയും ഗബ്രിയും അല്ലേ? ഇവരൊന്നിച്ചാ. അത് കഴിഞ്ഞ് ബിഗ് ബോസ് കാണിച്ചത് സീസൺ 6 എല്ലാ മെമ്മറീസും ഒരുമിച്ച് ഒരു ഗാലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറെ ഫോട്ടോസും കുറെ സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ടോപ്പ് 5 മത്സരാർത്ഥികളെ ആദ്യം വിളിച്ചു. അപ്പൊ അവര് വന്ന് ഇങ്ങനെ കാണാം. നല്ല പണിയെടുത്തിട്ടോ. എന്താ ടിവിയാ എന്റെ മോണി സീൻ. ആഹാ സ്വിച്ച് ഇടുമ്പോ ലൈറ്റ് തെളിയും, അപ്പൊ ഫോട്ടോ തെളിയും. സൂപ്പർ. ഇത് സൂപ്പർ. അല്ല ആലേട്ടന്റെ CID വേണ്ടായിരുന്നു. ആഹാ കിടിലൻ. അതായത് ഇവര് ചെയ്ത ടാസ്കുകളില്ലേ ടിക്കറ്റ് ഫിനാലയുടെ, അതിന്റെ ഒക്കെ ഒരു മിനിയേച്ചർ വേർഷൻ. നല്ല പണിയെടുത്തിണ്ടല്ലേ. ആഹാ കൺഫെഷൻ റൂമും നൈസ്. ഇത് ചെയ്തവൻ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. എന്റെ ഇല്ലാട്ടാ, നിങ്ങൾ കൊടുക്കണം. പിന്നെ ചറവറാന്ന് ഫോട്ടോസ്, എല്ലാ ഫോട്ടോസിലും ഓരോ ആളുകൾ വ്യത്യസ്ത ഭാവങ്ങൾ. എന്തായാലും മൊത്തത്തിൽ അത് അറേഞ്ച് ചെയ്യാനാണെങ്കിലും അത് അങ്ങനെ സെറ്റ് ചെയ്യാനാണെങ്കിലും ദുട്ടറിക്കുന്നുണ്ട് ദുട്ട്. അപ്പൊ വെറുതെ പറഞ്ഞതല്ല, ഈ സീസണിൽ നല്ല റേറ്റിംഗ് ആയിരുന്നു. പണ്ട് കുറെ കിട്ടിയിട്ടുണ്ട്. ജിൻജാസ് കോംബോ ഒരുമിച്ച്. പെങ്ങളൊക്കെ TSP തന്നെ തുക തരുമോ അളിയാ? വിക്റ്റായി പോയപ്പോ പോലും ഇങ്ങനെ ഒന്ന് ഫീൽ ചെയ്തിട്ട്. അപ്പൊ വേറൊരാൾ ഇവിടെ. ഇതിപ്പോ ഇനിയിപ്പോ തിരിച്ചു വരുമ്പോ കാണാൻ ഈ വീടുണ്ടാവില്ലല്ലോ എന്നാണ് എല്ലാവരും. ആണോ ചേച്ചി? ഇത് പൊളിച്ചു കളയോ? വിഷമാണോ? യോ എന്തൊരു സ്നേഹം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. നീ ഹാപ്പി ആയിട്ടിരിക്കാം. ശ്രീരേഖ ചേച്ചി അർജുനോട് പറയാം ഹാപ്പി ആയിട്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ജാസ്മിനെ ഉപദേശിക്കുന്ന ഗബ്രിയാണ് കണ്ടത്. എന്തെന്നാലും നീ അടുത്തൊരു 40 മണിക്കൂർ ഹാപ്പി ആയിട്ടിരിക്കെ, ചിരിച്ചിരിക്കെ, പൊളിയായിട്ടിരിക്കെ, അടിപൊളിയായിട്ടിരിക്കെ. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. കപ്പ് മുഖ്യം ജാസ്മിനെ. ഇവിടെ വന്ന് കപ്പ് മുഖ്യം ജാസ്മിനെ നീ കപ്പടിക്കണമെന്ന് പറയുന്ന ഗബ്രി ആണെങ്കിലും അതുപോലെ നമ്മുടെ രശ്മിൻ ഭായ് ആണെങ്കിലും ജാസ്മിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും മക്കളെ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല.
രണ്ടു മൈനസ് കൂടിയിട്ട് ആ പോസിറ്റീവ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജിൻഡോനെ പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രണ്ടുപേരാണ് നമ്മുടെ നിഷാന ചേച്ചിയും അതുപോലെ തന്നെ നമ്മുടെ രതീഷിക്ക്. ഇപ്പൊ രണ്ടുപേരും ഫസ്റ്റ് തന്നെ ഔട്ടായി പോയതാ. ഇത് മൂന്നും ജെനുവൻ പേഴ്സൺ. അപ്പൊ അവര് പറയണേ 2 മൈനസ് ചേർന്ന് ജിൻഡപ്പാ നിനക്ക് പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിന് ദേഷ്യം മനസ്സിലായിരുന്നിട്ട് അർജുന്റെ അടുത്ത് ശ്രീതു ഇല്ല, ശ്രീതു ഒറ്റയ്ക്ക് താഴെ, അർജുൻ ശ്രീരേഖയുടെ കൂടെ അവിടെ. ശ്രീതുവിനെ മമ്മി നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ രതീഷേട്ടൻ പറയണേ നമ്മുടെ ശ്രീതുവിന്റെ മുഖഭാവകം മാറിയതുകൊണ്ടോ ദേഷ്യം ശ്രീതുവിന്. ശ്രീതു ഒറിജിനൽ അല്ലായിരുന്നല്ലേ, ഫേക്ക് ആയിരുന്നല്ലേ. സീതുവിന് പണി കിട്ടിയതാണെന്ന് സീതുവിന് മനസ്സിലായി. സീതുവിന് പണി കിട്ടിയെന്ന് അർജുന് മനസ്സിലായി. എന്റെ മോനെ അത് ശരിയാട്ടാ. എനിക്കറിയാൻ പാടില്ലാത്ത ശ്രീതു എന്തിനാ അർജുനോട് ദേഷ്യം കാണിക്കണേ? അർജുനാണോ ശ്രീതുവിനെ ഔട്ടാക്കിയത്? അവൾക്ക് വോട്ട് കുറവുള്ളത് കൊണ്ടല്ലേ അവൾ ഔട്ടായത്. ഇതിന് നല്ല അസൂയുണ്ട് അർജുന്റെ അടുത്ത്. കാരണം കൂടെ നിന്നൊരാൾ കയറി പോകുമ്പോ ആർക്കാണെങ്കിലും ഒരു ചെറിയ അസൂയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ടോട്ടലി വേറല്ല. പ്ലേസ് ഇവരെയാണ് നിങ്ങൾ പറയുന്ന ഷീജുവിനെ മനസ്സിലാക്കിയ അർജുനെ മനസ്സിലാക്കിയ ഷീജു. എനിക്ക് ഉള്ളത് അങ്ങനെ തന്നെ കാണുന്നു, എനിക്കറിയില്ല. ഇതൊക്കെ അർജുന് ഗുണം ചെയ്യും, അർജുന് സെന്റിമെന്റ്സ് കിട്ടും. ശ്രീതു തേച്ചു എന്നും പറഞ്ഞ് അർജുന് വോട്ടും കിട്ടും. മറക്കാൻ പറ്റത് ഒരു 3 months. എന്റെ പൊന്ന അർജുനെ, നിങ്ങൾക്ക് അവളുടെ ക്യാരക്ടർ മാറിയെന്ന് മനസ്സിലായില്ലേ? ഋഷി പോകുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഋഷി പോകുന്ന എക്സ്പെക്ട് ചെയ്ത് ഞാൻ ഭയങ്കര ഷോക്കായി. എനിക്ക് എന്റെ പോലും കാണാൻ നിന്നിട്ടില്ല. എനിക്ക് എന്താലേ വന്നപ്പോ അടയും ചക്കര ആയിരുന്നവരാണ് ഈ അർജുനും ഋഷി. ഇപ്പൊ ശത്രുക്കളായി. നിങ്ങൾക്കുള്ള അത്താഴം ഗാർഡൻ ഏരിയയിൽ. അതിന്റെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾക്കുള്ള അത്താഴം ഒരുങ്ങിയിട്ടുണ്ട്. ശ്രീത അവിടെ നിന്ന് അന്തിമ അത്താഴം. അന്തിമ അത്താഴം അല്ല, അന്ത്യത്താഴം. എന്താ അത്? നോമ്പ് എന്താ ഈ കാണുന്നേ? പാതിരാത്രി 2:15 മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോ വീഡിയോയിലും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാ. ഇയാള് കട്ടപ്പയായ ജാസ്മിനെ. എന്താ ഇതെങ്ങോട്ടാ പോണതൊക്കെ? പുല്ല്. പാതിരാത്രി മനുഷ്യനെ ചിക്കൻ കാണിച്ച് കൊതിപ്പിക്കാൻ വേണ്ടിട്ട് ബിഗ് ബോസ് കഴിക്കണതും കാണിച്ചു തന്നെ ശല്യങ്ങൾ. അപ്പൊ നമ്മുടെ കണ്ടസ്റ്റൻസിനൊക്കെ ഫുഡ് കണ്ടാ പിന്നെ ആരെയും വേണ്ട. ഫുഡ് റെഡിയോട് ഫുഡ് റെഡിയാ. പുല്ല് കോത്തിയാവണ്. മതിയാടാ തിന്നണത് കാണിച്ചത്. അടിച്ചാളാ. അയ്യോ എനിക്കും വേണം ചിക്കൻ ഫ്രൈ. എനിക്ക് വിശക്കുന്നേ. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോണ്ട് പാതിരാക്കി നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും. അവരെങ്കിലും കഴിക്കട്ടെ, നിങ്ങൾ കഴി. ഈ അത്താഴം കൊടുത്തതിന് ശേഷം ബിഗ് ബോസ് ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. പ്രതീക്ഷയ്ക്കപ്പുറമുള്ള വർധനവാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും. എന്റെ പൊന്നു ബിഗ് ബോസേ, ഈ ഷോനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല റേറ്റിംഗ് കൂടിയതും ആൾക്കാർ കണ്ടതും. തെറി വിളിക്കാൻ വേണ്ടി കയറി കണ്ടതാ. പ്രേക്ഷകരെ ആനന്ദിപ്പിക്കും വിധത്തിൽ ഈ സീസണിൽ ഉടനീളം ആരെന്റർടൈൻ ചെയ്ത്? എപ്പ എന്റർടൈൻ ചെയ്ത്? മത്സരാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു. ഇത് കണ്ട് വിജയിപ്പിച്ച പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി പറയുക. എന്നോട് അങ്ങനെ നന്ദി പറച്ചിന്റെ ഒരു ആവശ്യമൊന്നും ഇല്ല. നീ ഫൈനൽ 5 യാത്ര പറഞ്ഞ് ബാക്കി എല്ലാവരും ബിഗ് ബോസ് പറഞ്ഞ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങിപ്പോ. ചിന്ത പറയാണ് നാളെ 10 മണി വരെയാണ് വോട്ടിംഗ് ഉള്ളൂ. എല്ലാവരും കൂടി ഒന്ന് വോട്ട് ചെയ്യാൻ പറഞ്ഞോളൂ. എനിക്ക് ജീവിതത്തിൽ എത്ര നല്ല ശ്രദ്ധിക്കട്ടെ. ഗബ്രി നേരെ പോയി വാഴയിലും കൂടി എടുത്തു. ഞാൻ വാഴ എന്നുള്ള ചീത്തപ്പേര് എനിക്കൊന്ന് ഒഴിവാക്കണം. ഗബ്രി ഓക്കേടാ മുത്തേ. എനിക്ക് തോന്നുന്നു ഈ ജാസ്മിനും ഗബ്രിയും തമ്മിലായിരുന്നു ശരിക്കും ലവ്. മറ്റേ ശ്രീതും അർജുനും ആയിരുന്നു ഫേക്ക്. കാരണം ശ്രീതുവിന്റെ ഇപ്പോഴത്തെ മുഖം കണ്ടറിഞ്ഞൂടെ? അർജുൻ ഫൈനലിൽ വന്നതിന് ശ്രീതു വിഷമിച്ചിരിക്കുന്നു. ജാസ്മിൻ ഫൈനലിൽ വന്നതിന് ഗബ്രിക്ക് ഒരു വിഷമമില്ല. അതിന്റെ എല്ലാവരും ചേർന്ന് നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പക്ഷെ ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയില്ല. അപ്പോഴേക്കും എല്ലാവരും മാറിപ്പോയി. സിജ നിനക്ക് കാലിടറിയെന്ന് നിനക്ക് മനസ്സിലായാ? അത് കഴിഞ്ഞിട്ട് അർജുനോട് പറയാ ചില ചോദ്യങ്ങൾ നീ ഉത്തരം കൊടുക്കുക, ചില ചോദ്യങ്ങൾ ഉത്തരം കൊടുക്കരുത്, ആലോചിച്ചിട്ട് കൊടുക്കുക.
പിന്നോട് ആരുടെ ഇത്ര പേര് ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെ? സത്യത്തിൽ ശ്രീതുവായിരുന്നു ഫേക്ക്. ജാസ്മിന് ശരി, നിങ്ങൾ അവിടെ കിടന്നിട്ടുണ്ട്, സമ്മതിച്ചു. അപ്പൊ ഡോറ് തുറക്കണം എന്ന് പറഞ്ഞപ്പോ ഗബ്രി ഓ ഞാൻ രക്ഷപ്പെട്ടെ. പക്ഷെ ഗബ്രീനെ ഇവിടെ ജാസ്മിൻ സമ്മതിക്കില്ല. ജാസ്മിൻ പുറകെ പോയി പിടിക്കുക. അപ്പൊ എല്ലാവർക്കും ബൈ, എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. അടിപൊളിയായിട്ട് നിൽക്കുക. ഫൈനലിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും, കാണാം. ഗബ്രി പോവാൻ നോക്കുമ്പോ ജാസ്മിൻ വീടടി തന്നെ, ഞാൻ ഒന്ന് പോട്ടടി. ജാന്റെ വിളി, ജിന്റെ ചേട്ടാ. എന്റെ പൊന്ന് ജാസ്മിൻ, അവനൊന്ന് വിട് നീ. സത്യം പറഞ്ഞ ശ്രീതു വരുന്ന ഏറ്റവും ഫേക്ക്. ദേവര് കയ്യും പിടിച്ചുകൊണ്ടിരിക്കണ്. മമ്മി പറഞ്ഞൊന്നും വിട്ടോ. ഓ 50 ലക്ഷല്ലേ കിട്ടണേ, ഞങ്ങാനും ഫസ്റ്റ് കിട്ടിയാലോ. 50 ലക്ഷല്ലേ, ഇറങ്ങി പോടാ വേഗം. ഡോറിന്റെ ഉള്ളിലെങ്ങാനും കുടുങ്ങി ചാവ്. ഗബ്രി നീ പോയില്ലേ? ഞാൻ പണ്ടേ രക്ഷപ്പെട്ടു ജാസു. കാണത്തില്ല, അതിന്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റുമായിരുന്ന ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനും ജിൻഡോ അർജുനും ആർക്ക് കപ്പ് കിട്ടുമെന്നും പറഞ്ഞ് ഭയങ്കര അടിയാ. ഒരു പ്രശ്നത്തിലും ഇടപെടാണ്ട് നിൽക്കുന്നത് നമ്മുടെ അഭിഷേക്. അവന് കൊടുക്കണം കപ്പ്. അഭിഷേകിന് ഒരു പ്രശ്നമില്ല, അവൻ കൂളാ. ഋഷിക്ക് അഭിഷേകെങ്കിലും സംസാരിക്കാനുണ്ടായത് നന്നായി, അല്ലെങ്കിൽ മുട്ട സീനായ. അയ്യോ കരച്ചിൽ തുടങ്ങി എന്റെ പൊന്ന. കരയാണ് എന്റെ ദൈവം. ഞാൻ എന്തൊക്കെ കാണണം. ജാസുമോള് കരയല്ല, എനിക്ക് വിഷമാവും. ജാസ്മിന് മതി. അയ്യോ എല്ലാരും പോയി. അപ്പൊ ജാസ്മിനും അർജുനും ഇവിടെ ഇരുന്ന് വിഷമിക്കുന്നു. ജിൻഡോ അകത്ത് സിഗരറ്റ് വലിച്ചുകൊണ്ട് വിഷമിക്കുന്നു. അയ്യോ എല്ലാരും പോയി. ട്രെയിൻ പോയി. ആണോ? അത് പോയിക്കൊണ്ടിരിക്കണോ? ഞാൻ അറിഞ്ഞില്ല. ഓ ചങ്ക് പൊളിയാണ്. ജാസ്മിൻ ഇങ്ങനെ കരയല്ലേ. അടുത്തത് മോനെ ഋഷി എന്നിട്ടുള്ള സ്പ്രേയാ. എനിക്കകത്ത് കേറാൻ പറ്റുന്നില്ല. എന്നൊരു കാര്യം ചെയ്യ്, ഇറങ്ങി പൊക്കോ. കാറി പോയിട്ട് കയറി പോയാലോ? കാറി പോവാൻ പോവാ. ഫൈനലിൽ സൗണ്ട് ഒന്നും വേണ്ടേ? സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്ന ജിൻഡോ. അയ്യോ ഭൂമി വിളിക്കാം, ഓടിക്കോ. സംഭവിച്ചിട്ടില്ല കേട്ടോ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. പുറത്തിറങ്ങി ഒന്ന് നോക്കുമ്പോ ജിൻഡോ ആണ് ജാസ്മിനും അർജുനും ഒച്ചയെടുക്കുന്നത്. പുല്ല് മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാനായിട്ട്. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ 98ാമത്തെ എപ്പിസോഡ്. ഇനി അടുത്തൊരു എപ്പിസോഡ് 99ന്റെ എപ്പിസോഡാണ്. അത് ഗ്രാൻഡ് ഫിനാലയുടെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കര കളികൾ നടന്നുണ്ട്. ലൈവിലൊക്കെ വൻ കളികൾ നടന്നുണ്ട്. കുറെ പേര് നെഗറ്റീവ്സും പോസിറ്റീവ്സും, അതായത് റീ എൻട്രി കയറിയവരാണ് ഇന്ന് ഗെയിം കളിച്ചിട്ടുള്ളത്. വോട്ടുകൾ മാറി മറിയുന്നു. എന്റെ ഇപ്പോഴത്തെ ഒരു നിരീക്ഷണത്തിലല്ല, ഞാൻ ഫോളോ ചെയ്യാറുള്ള പേജിൽ ഇപ്പോൾ ജിൻഡോം അർജുനും ഏകദേശം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അർജുൻ ഈ 2 ദിവസത്തിൽ നല്ല വോട്ട് കയറിയിട്ടുണ്ട്. 3rd പൊസിഷനിലാണ് ജാസ്മിൻ നിൽക്കുന്നത്. 4th അഭിഷേക് നിൽക്കുന്നു. 5th ഋഷി നിൽക്കുന്നു. നാളെ 10 മണി വരെ വോട്ടുണ്ട്. സോ ഇന്നത്തെ വോട്ടായിരിക്കും ആരാണ് വിജയിക്കുക എന്ന് തീരുമാനിക്കുക. പിന്നെ ഹോട്ട്സ്റ്റാറിലെ വോട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ യൂട്യൂബ് ചാനലിൽ ഓരോരുത്തർ പറയുന്നത് പോലെയൊന്നും അല്ല. ഹോട്ട്സ്റ്റാറിലെ വോട്ട് വ്യത്യസ്തമാണ്. അത് ആർക്കും അറിയാൻ പോലും പറ്റില്ല. അപ്പൊ യൂട്യൂബിൽ ഇരുന്ന് തള്ളുന്നതൊക്കെ ഫേക്ക് ആണ്. നിങ്ങളതൊന്നും വിശ്വസിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്ത്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ വോട്ടിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. 10 മണി വരെയാണ് വോട്ടിംഗ് ഉള്ളത്. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം, ഗ്രാൻഡ് ഫിനാലയുടെ വീഡിയോ ആയിട്ട്. അതുവരെ